ഹൈറേഞ്ചിൻ്റെ കവാടമായിട്ടുള്ള തൊടുപുഴയ്ക്കടുത്ത് മഞ്ഞും തണുപ്പുമൊക്കെ ആസ്വദിച്ച് അപ്രോക്സിമേറ്റ്ലി 1000 അടി ഉയരമുള്ള മലയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് താമസിക്കണോ? എങ്കിൽ വേഗം വിട്ടോളൂ മലയാള പളനി എന്നറിയപ്പെടുന്ന ഉറവപ്പാറ ക്ഷേത്രം ഇരിക്കുന്ന മലയുടെ തൊട്ടടുത്തുള്ള പത്മ വില്ലേജ് എന്ന ഫാം റിസോർട്ടിലേക്ക്. ഒറ്റ ദിവസം കൊണ്ട് കാണാൻ പറ്റിയ കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ട്രാവൽ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ തൊടുപുഴ, അതായത് തൊടുപുഴ വന്ന ആളുകൾക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് താമസിക്കാൻ പറ്റിയൊരു കിടിലം പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ തൊടുപുഴയുടെ അടുത്തുള്ള കുറേ നല്ല കാഴ്ചകളും, അതായത് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉറവപ്പാറ എന്ന വലിയൊരു മലമുകളുണ്ട് കേട്ടോ. അത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 10,000 അടിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലമുകളാണിത്. ആ മലയ്ക്ക് മുകളിലായിട്ട്, അതായത് നമ്മുടെ തൊടുപുഴ പട്ടണം മൊത്തം ഒരു 360 ഡിഗ്രി വ്യൂവിൽ കാണാൻ പറ്റിയ ഒരു മലമുകളാണിത്. അപ്പോൾ ഈ ഒരു മലയ്ക്ക് മുകളിലെ പത്മ വില്ലേജിലോട്ടാണ് നമ്മുടെ യാത്ര. കൂടാതെ തന്നെ നമ്മുടെ ആ യാത്രകളിലൊപ്പം നമുക്ക് ഈ തൊടുപുഴ നഗരത്തിൻ്റെ തൊട്ടടുത്തുള്ള കുറേ നല്ല സ്ഥലങ്ങൾ കൂടി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. രാവിലെ ഒരു 6:30 ആയുള്ളൂ. നമ്മുടെ തൊടുപുഴ നഗരം ഉണർന്നു വരുന്ന കാഴ്ച. വീണ്ടും വീണ്ടും പോകാൻ കൊതിക്കുന്ന മലനിരകളാണ് നമ്മുടെ തൊടുപുഴ ടൗണിന് ചുറ്റും. നഗരത്തിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെയായിട്ടാണ് ഉറവപ്പാറ മലനിരകളുള്ളത്. നമുക്ക് ആ ഒരു മലയുടെ മുകളിലേക്ക് യാത്ര ചെയ്യാം. തൊടുപുഴ ഇടുക്കി റൂട്ടിൽ ഒരു 2 കിലോമീറ്റർ അകലെയായിട്ട് ഇതുണ്ടോ ഇപ്പോൾ കാണുന്ന ഒരു മയിൽക്കുറ്റി, ഇതിവിടെ പത്മ വില്ലേജ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു വഴിക്കൂടെ ഒരു 1/2 കിലോമീറ്റർ മലയ്ക്ക് മുകളിലോട്ട് യാത്ര ചെയ്താൽ നമുക്ക് വളരെ സുന്ദരമായിട്ടുള്ള പത്മ വില്ലേജ് ഇരിക്കുന്ന ഉറവപ്പാറ മലയുടെ മുകളിൽ എത്തിച്ചേരാം. എല്ലാ വണ്ടികളും കയറിപ്പോകാൻ പാകത്തിനുള്ള ഒരു നല്ല കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന റോഡാട്ടോ. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്, നല്ല രസമാണ് നിങ്ങൾക്ക് ഒരു മലയ്ക്ക് മുകളിലോട്ടുള്ള യാത്ര. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തൊടുപുഴയിൽ ഇങ്ങനെ ഒരു മലയുണ്ടോയെന്ന്, പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. അത്രയും സുന്ദരമായിട്ടുള്ളൊരു മലമുകളാണിത്. തൊടുപുഴയ്ക്ക് ഒരു 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ മലകളും ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. നമ്മുടെ മുന്നിലൂടെ ഒഴുകുന്നത് തൊടുപുഴയാറാണ്. ഈ മലയ്ക്ക് മുകളിലെ ഏറ്റവും ആകർഷണം ഇവിടുത്തെ ഈ ഒരു ഉറവപ്പാറ ബാലസുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രം പളനിയെ അനുസ്മരിപ്പിക്കും വിധം തറനിരപ്പിൽ നിന്ന് 1000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വനവാസകാലത്ത് പാണ്ഡവർ ഇവിടെ വരികയും പർണശാല കെട്ടി താമസിക്കുകയും ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു രാത്രി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ഉണ്ടായി എന്നാണ് ഐതിഹ്യം. നമ്മുടെ മുന്നിൽ കാണുന്ന ഭീമസേനൻ കാലുകൊണ്ട് നിർമ്മിച്ച തീർത്ഥക്കുളമാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. പാഞ്ചാലി പാണ്ഡവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ച അടുപ്പെന്ന് അറിയപ്പെടുന്ന വലിയ 3 പാറക്കല്ലുകൾ ക്ഷേത്രത്തിന് പിറകിലായിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതാട്ടോ. അങ്ങനെ കാഴ്ചകളുടെ ഒരു പർദീസ തന്നെയാണ് ശരിക്കും ഈ ഒരു ഉറവപ്പാറ മല. അതിൻ്റെ മുകളിലാണ് നമ്മുടെ പത്മ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫാം റിസോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഇത് കാണാം. അങ്ങനെ നമ്മളിതേ ഈ ഒരു മലയ്ക്ക് മുകളിൽ എത്തി കേട്ടോ. നമ്മുടെ പുറകിൽ കാണുകയാണ് പത്മ വില്ലേജ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഒരു 10,000 അടി മുകളിലുള്ള ഒരു മലയ്ക്ക് മുകളിലാട്ടോ. ഇവിടെ നിന്നാൽ നമ്മുടെ തൊടുപുഴ പട്ടണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു പത്മ വില്ലേജിൽ എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചേക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. നമുക്ക് ഉള്ളിലോട്ട് കയറി പോയിട്ട് അവിടെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. വാ. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ഇതാട്ടോ. ഇവിടെ താഴെ 2 റൂമാണുള്ളത്, മേളിലും 2 റൂമാണുള്ളത്. താഴെ ഇങ്ങനെ ഒരു ഉടൻ ടച്ചിലാട്ടോ മൊത്തം പണിതേക്കുന്നത്. തടി കൊണ്ടുള്ള ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഇവർ പണിതേക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നിർമ്മാണ രീതി ആയതുകൊണ്ട് തന്നെയുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ എല്ലാത്തിനും. ഇപ്പം നമുക്ക് ഈ തടികൾ ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ ഇപ്പോൾ എല്ലാ റിസോർട്ടുകളിലും അല്ലെങ്കിൽ നമുക്ക് വീടുകളിലൊക്കെ ആണെങ്കിലും കുറഞ്ഞു വന്ന സമയമല്ലേ. പക്ഷേ ആ തടിക്ക് അതിൻ്റേതായ ഒരു ഭംഗിയാണ് കേട്ടോ. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കണ്ടോ, പഴയ കാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഓടൊക്കെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടൊക്കെ വളരെ കുറവുണ്ടാവും. ഔട്ട് സൈഡായിട്ടൊരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് പൂൾ ഏരിയ. ഈ ഒരു പൂളിൻ്റെ ഏരിയ അവർ നല്ല ഭംഗിയായിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നല്ല ചാടി കുളിക്കാൻ പാകത്തിനുള്ള നല്ല കിടിലൻ ഒരു പൂള്. നമുക്കിൻ്റെ മുകളിലോട്ട് കയറാം. ഇത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഇതിന് ഏറ്റവും മുകളിലത്തെ ഉള്ള സ്ഥലമാണ്. ഇവിടെ ടെൻ്റൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ബാത്റൂം ഫെസിലിറ്റി ഒക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്നാൽ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ കേട്ടോ, ഇവിടുത്തെ ഒരു കാഴ്ച കേട്ടോ. ഇവിടെ എന്നാൽ താഴത്ത് നമ്മുടെ തൊടുപുഴ പട്ടണം ഇങ്ങനെ ഫുള്ളായിട്ട് കാണാൻ പറ്റും കേട്ടോ. രാവിലെ ഇങ്ങനെ നേരം വെളുത്ത് വെയിലായിട്ട് വന്നൊരു സമയമായിട്ടത് കണ്ടില്ലേ. നമുക്കിനി മേളിൽ കയറ്റി ഇവിടെ വേറൊരു വാച്ച് ടവർ കൂടിയുണ്ട് കേട്ടോ. അതിങ്ങനെ കാണാം. വാ. നമ്മൾ കണ്ടില്ലേ ആ ഒരു രാവിലെ ലൈറ്റ്, ഈ ലൈറ്റ് ഏത് സമയം ഇങ്ങനെ ഓണാട്ടോ. ഇവിടെ രാത്രിയിൽ ഇങ്ങനെ തെളിഞ്ഞോണ്ടിരിക്കും വട്ടം ചുറ്റി.
ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ ഒരു 360 ഡിഗ്രി വ്യൂ ആട്ടോ. നല്ല രസമാണ് ഇവിടെ എന്നാലിങ്ങനെ നോക്കി കാണാനൊക്കെ. പൊളി വൈബ്. നമ്മുടെ തൊടുപുഴ പട്ടണം ഇത്രയും ഭംഗിയായിട്ട് കാണാൻ പറ്റിയൊരു മലമുള എനിക്ക് വേണം ഇതല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. ഫാം ഹൗസിൽ പോയാലും അല്ല റിസോർട്ടിൽ പോയാലൊക്കെ അവിടുത്തെ അറ്റ്മോസ്ഫിയറാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ഇവിടെ വന്നാലും അതുപോലെ തന്നെ കേട്ടോ. നല്ലൊരു കൂൾ ആൻഡ് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അധികം ആൾക്കാരെ ശല്യമൊന്നുമില്ല. വളരെ സേഫായിട്ട് എനിക്ക് ഈ ഒരു മലയ്ക്ക് മുകളിൽ ഒന്ന് താമസിക്കട്ടെ, എൻജോയ് ചെയ്ത് താമസിക്കാം. കോട്ടയത്ത് നിന്നും അങ്കമാലിന്നൊക്കെ വന്നേക്കണ കുറച്ച് ഗസ്റ്റ് ഉണ്ടോ, അവരോടൊക്കെ ഒന്ന് ചോദിക്കാം ഇവിടുത്തെ മലമുകളിലെ ഭംഗിയൊക്കെ അവർ ആസ്വദിച്ചോന്നൊക്കെ ചോദിച്ചു. കോട്ടയല്ലേ? ഓക്കെ. ഇതിനു മുമ്പ് തൊടുപുഴ ഏരിയയിലോട്ട് വന്നിട്ടുണ്ടോ? തൊടുപുഴ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ആണല്ലേ? ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഈ ഒരു ഭംഗിയൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല വ്യൂ പോയിന്റിലാണ് ഇരിക്കുന്നത്. ചേട്ടായിയാണെങ്കിൽ ഫുൾ സപ്പോർട്ടായിരുന്നു. അതെ അല്ലേ? ഒന്നിനും ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഫുൾ ഓൺ ഫുൾ വൈബ് ആയിരുന്നു ചേട്ടായി. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു പാർട്ടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവിടെ അത്യാവശ്യം ചെറിയൊരു സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു വാച്ച് ടവറൊക്കെ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല എലഗൻറ്റ് ലുക്ക് കിട്ടാൻ മാത്രമുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മലയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു പുതുമ നിറഞ്ഞ കാഴ്ചയായിരിക്കും നിങ്ങൾ ഇവിടെ വന്നാൽ തന്നെ. നമുക്ക് ഈ ട്രഡീഷണൽ റൂമിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഇത് ഫുള്ള് പഴയ വുഡിങ് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിലത്തെ വോളൊക്കെ നിർമ്മിച്ചേക്കുന്നത്. അത്യാവശ്യം സാമാന്യം നല്ല വലിപ്പമുള്ള റൂം കേട്ടോ. നല്ലൊരു എലഗൻറ്റ് ഫീൽ ഉണ്ട്. ഇവിടെ പഴയ രീതിയിലുള്ളൊരു കവഞ്ചിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലേ? നമ്മുടെ ജനല് കണ്ടോ? നമ്മുടെ പഴയ കാലത്തെ ഓർമ്മപ്പെടുന്ന രീതിയിലാണ് ഇതൊക്കെ പണിതേക്കുന്നത് കേട്ടോ. കണ്ടോ? ഇവിടെ എല്ലാം തുറക്കാവുന്ന കേട്ടോ. എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മളത് ഇതാണ് മുകൾ ഭാഗത്തെ റൂം കേട്ടോ. നല്ലൊരു ബാൽക്കണിയൊക്കെ. ഇത് ഗ്ലാസ് വിൻഡോ ആട്ടോ. ഇവിടെ ഫുള്ളായിട്ട് കട്ടനൊക്കെ ഇട്ടേക്കാണ്. നമുക്ക് ഇവിടെ എന്നാൽ ഫുള്ളിങ്ങനെ നമ്മുടെ തൊടുപുഴയുടെ ദൂരതയിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെയാണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് വിൻഡോയാണ് ഇവിടെ. നമുക്ക് എല്ലാ കാഴ്ചകളും ഇങ്ങനെ കാണാൻ കട്ടൻ മാറ്റിയാൽ. അതുപോലെ തന്നെ ബാൽക്കണിയൊക്കെ അവിടെ. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റൊക്കെ കേട്ടോ. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ടോയ്ലറ്റാണ്. ഇത് ഇവിടുത്തെ ഫുഡ് കഴിക്കാനുള്ള ഏരിയ കേട്ടോ. അത്യാവശ്യം സ്പേസ് ഒക്കെ കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒന്ന് കഴിക്കാം. നമുക്ക് രാവിലെ ഒരു ചായ കുടിക്കാം കേട്ടോ. ഫുഡ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ പറഞ്ഞാൽ മതി, ഇവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. ഇവരുടെ തണ്ണിമത്തനൊക്കെ നട്ടുപിടിപ്പിച്ചു കേട്ടോ. ഇതൊരു ഫാം റിസോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഈ ഒരു മലയ്ക്ക് മുകളിലോട്ട് കയറിയാൽ ഇത്രയും വിശാലമായിട്ടുള്ള ഒരു സ്ഥലമുണ്ടെന്നുള്ള. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ ഈ മലയ്ക്ക് മുകളിൽ ഇങ്ങനെ പരന്ന കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ തണ്ണിമത്തനൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. വാ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അത് കാണാം. ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ നട്ടുപിടിപ്പിച്ചേക്കുന്നത് കേട്ടോ. തണ്ണിമത്തൻ്റെ തൊട്ട് പുറകിലായിട്ട് നമ്മുടെ പത്മ വില്ലേജിൻ്റെ ഓണറാണ് മിസ്റ്റർ അനൂപ് എന്ന് പറയും. എൻ്റെ പേരാണ്, സെയിം പേരാണ് ഞങ്ങൾ. നമസ്കാരം. എന്നാണ് ഇവിടെ തണ്ണിമത്തനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. തൊടുപുഴക്കാർക്ക് തണ്ണിമത്തൻ കിട്ടുമെന്നുള്ളൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നട്ടാണല്ലോ. അതെന്നു വെച്ചാൽ ഇത് പത്മനാഭലിൻ്റെ ഭാഗമായിട്ടുള്ള ഫാം ഹൗസ് ആയിട്ടാണ് ഇവിടെ നമ്മൾ തുടങ്ങിയേക്കണത്. അപ്പം ഇതിനു മുമ്പ് ഓണത്തിന് നിറയെ ബന്ദിയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഇപ്പോൾ അത് വേനലായപ്പോൾ ബന്ദി നമുക്ക് ഇതേപോലെ വിളയിക്കുന്നതിന് വെള്ളം ഒത്തിരി അനിവാര്യമായതുകൊണ്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇപ്പം തണ്ണിമത്തനാണ്. അപ്പം നാച്ചുറൽ തണ്ണിമത്തൻ നമുക്കിവിടെ വരുന്നവർക്ക് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം വിളവ് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. അതേപോലെ നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണമല്ലോ ഈ ഒരു മലയുടെ മുകളിൽ അടിപൊളിയാട്ടോ. കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടി. അമ്പലത്തിൻ്റെ ഒക്കെ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയയിൽ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഷൂട്ട് ചെയ്യാം. തൊട്ടപ്പുറത്ത് പാറ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ദൃശ്യം മൂവിയില്ലേ, ആ മൂവിക്കകത്ത് നമ്മുടെ മോഹൻലാൽ കാറ് കൊണ്ടിരുന്ന കുളമൊക്കെ ഇവിടുന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ. ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് നടന്നു പോകാൻ പറ്റും ഈ മലയ്ക്ക് മുകളിൽ. ഇതിങ്ങനെ പാറ ഇങ്ങനെ നീണ്ടു കിടക്കുക. ഒരു 1-2 കിലോമീറ്ററോളം നീളമാണ് കേട്ടോ ഈ ഒരു പാറയ്ക്ക്. അത്ര മാത്രം വലിയൊരു പാറയാണ്. നമ്മുടെ അമ്പലം ഇരിക്കുന്ന പാറ ആൺപാറയെന്നും ഇത് പെൺപാറയെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇതുപോലുള്ള പല നിർമ്മിതികൾ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല രസം എവിടെയൊക്കെ ഇരിക്കാനുണ്ട്. ഇവിടെ ഓരോ വാച്ച് ടവർ ഉണ്ടാക്കിക്കുന്നു കേട്ടോ. ഒരു മരത്തോട് ചേർന്ന് തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മരം പോലും ഈ ഒരു മലമുകളിൽ കളഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം മരങ്ങളാണല്ലോ. എന്നെ റിസോർട്ടൊക്കെ പണിയുമ്പോൾ മരങ്ങളൊക്കെ വെട്ടിയിട്ട് അത് പണിയണം. പക്ഷെ ഇവരൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ഇവർ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ മതിയാവും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. കാരണം വെച്ചാൽ ഓടിക്കളിക്കാനൊക്കെ ഒരുപാട് മുറ്റമുണ്ട് കേട്ടോ ഇവിടെ. നല്ല രസം, ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിള്ളേരെങ്ങോട്ടൊക്കെ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഈ ഒരു ലിസ്റ്റ് ഇവിടെ അടുത്തുള്ള കുറച്ച് നല്ല ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. ഇങ്ങോട്ടൊക്കെ അവർ സഫാരി കൊണ്ടുപോകുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും പൊള്ളി വൈബ് എന്ന് വെച്ചാൽ വൈകിട്ട്
ഈവനിങ്ങിലെ സൂര്യാസ്തമയമാണ്. നല്ല രസമാണ് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഈവനിങ് ആയി കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ കേട്ടോ മലയ്ക്ക് മുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് എത്ര നേരം ഈ ഒരു മലയുടെ മുകളിൽ സ്പെൻഡ് ചെയ്താലും ഒരിക്കലും മടുക്കില്ല. കാരണം അത്രമാത്രം നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇവിടെ താമസിക്കാനുള്ള ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അവരെല്ലാം ഡീറ്റെയിലും പറഞ്ഞു തരും. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു മലയ്ക്ക് മുകളിൽ നിൽക്കാണ്ടല്ലോ എന്നാ സുഖം അറിയാം. നല്ല തണുത്ത കാറ്റിങ്ങനെ വീശി അടിക്കും കേട്ടോ. നല്ല രസമുണ്ട്. നമ്മുടെ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ തൊടുപുഴയിൽ വന്നാണ്ടല്ലോ ഇത്രയും ഉയർന്ന ഒരു മലയ്ക്ക് മുകളിൽ ഈ ഉറവപ്പാറയിലെ വേറെ മലയിലാണോ. ഇവിടെ നമുക്കത് കണ്ടോ കൊടയത്തൂരിൻ്റെ അങ്ങേയറ്റത്തുള്ള നമ്മുടെ മുതിയാൻമല തൊട്ട് എലവീഴാപ്പൂഞ്ചിറയാണ്. അത് മുതിയാമലയുടെ തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന എലവീഴാപ്പൂഞ്ചിറയാണ്. അതിൻ്റെ നടുക്കുള്ള മലകളെല്ലാം തന്നെ കാണാൻ പറ്റും. നമ്മൾ വൈകിട്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസം കേട്ടോ. ഈ ഒരു മലയ്ക്ക് മുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ പാറയുടെ മുകളിൽ അങ്ങോട്ട് നടന്നു പോകട്ടോ നമുക്ക്. പണ്ടൊക്കെ ഞാനൊക്കെ ഈ ഉറവപ്പാറ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ എല്ലാ വർഷവും വന്നുകൊണ്ടിരുന്ന കേട്ടോ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ കുറേ എനിക്ക് വേണമെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ചോ അതിലേതോ ഒരു മാസത്തിലാണ് ഇവിടുത്തെ ഒരു ഉത്സവമൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ നിങ്ങൾ ഉത്സവ സമയത്തൊക്കെ ഈ ഒരു മലയ്ക്ക് മുകളിലോട്ടം കയറാൻ നല്ല രസം കേട്ടോ. ഇവർക്ക് തന്നെ തൊടുപുഴയുടെ നഗരമധ്യത്തിൽ നല്ല മികച്ച സൗകര്യമുള്ള ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ അവിടെയും താമസിക്കാൻ പറ്റും. എന്തായാലും തൊടുപുഴയിൽ വരുന്ന വിനോദസഞ്ചാരികൾക്ക് കാഴ്ചയുടെ ഒരു പുതിയ ദൃശ്യ അനുഭവം തന്നെയാണ് പത്മ വില്ലേജ് ഈ ഒരു ഉറവപ്പാറ മലയ്ക്ക് മുകളിൽ നിങ്ങൾക്കായി ഒരുക്കി വെച്ചേക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ന്യൂ ഇയറിനെന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വൈകിട്ടായാലും പൊളിയാട്ടോ. ക്യാമ്പ് ഫയറോ ബാർബിക്യൂ ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഈ മലയ്ക്ക് മുകളിൽ കഴിയാം. അപ്പോൾ നിങ്ങൾക്ക് നഗരത്തിൻ്റെ തിക്കും തിരക്കിന്നൊക്കെ മാറിയിട്ട് വളരെ ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് നിങ്ങൾക്ക് താമസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പത്മ വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നൈറ്റിലന്ന് കുറേ ഗസ്റ്റുകളുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം പൊളിയായിരുന്നു. അത്യാവശ്യം നല്ല പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല ചില്ലടിക്കാൻ പറ്റിയൊരു സമയമായിട്ടോ. നൈറ്റ് ആംബിയൻസ് വേറൊരു തരത്തിലുള്ളൊരു ആംബിയൻ കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു മലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ തൊടുപുഴ പട്ടണം ഇങ്ങനെ കാണാമല്ലോ. അവിടെ നിന്ന് ലൈറ്റുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നല്ല കാറ്റൊക്കെ വീശി മലയ്ക്ക് മുകളിൽ നിന്ന് ഡാൻസും പാട്ടൊക്കെ പാടി നമുക്കിങ്ങനെ കിടക്കാനും പൂളിൽ കുളിക്കാനൊക്കെ എന്നാ സുഖമല്ലേ നൈറ്റിൽ. ഈ ഒരു ആംബിയൻസൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ പത്മ വില്ലേജ് ഉടൻ തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇവർ ഇല്ലിക്കല്ലിലോട്ടും എലവീഴാപ്പൂഞ്ചിറയിലോട്ടും പിന്നെ തൊടുപുഴയ്ക്ക് അടുത്തായിട്ട് കുറേ നല്ല ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഇവർ സഫാരിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു പാക്കേജൊക്കെ എടുക്കാൻ വേണ്ടി നിങ്ങൾ മറക്കണ്ട. പിന്നെ ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാലേ ഉണ്ടല്ലോ നിങ്ങൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കണ്ടു തീർക്കാൻ പറ്റിയൊരു ജില്ലയല്ല. ഒരുപാട് കാഴ്ചകൾ മറിഞ്ഞിരിക്കുന്ന ഒരു ജില്ല തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കുക വരുന്നവരട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ തൊടുപുഴ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുട്ടികളുമായിട്ടും ഫ്രണ്ട്സായിട്ടും എന്ത് പാർട്ടി വേണമെങ്കിലും നടത്താൻ പറ്റിയ ഒരു കിടിലൻ ലൊക്കേഷൻ തന്നെയാണ്. ഈ മലയ്ക്ക് മുകളിലുള്ള നൈറ്റിലെ കാഴ്ച എന്ന് പറയുമ്പോഴല്ലോ അത് വേറെ ലെവൽ കാഴ്ച കേട്ടോ. മോർണിംഗിലെ സൺറൈസ് ഒക്കെ ആണെങ്കിലും ഈവനിങ്ങിലെ സൺസെറ്റ് ഒക്കെ ആണെങ്കിലും നല്ല പൊളി വൈബ്, ഒന്നും പറയില്ല കേട്ടോ. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഇനിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് 2025 ആണ് കാണുന്നത് കേട്ടോ. അപ്പം ന്യൂ ഇയറിൻ്റെ എല്ലാ വിഷസും ഞാൻ നേരുന്നു. അപ്പോൾ പുതുവർഷം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളും 2024 നടക്കാത്ത ഉള്ള കാര്യങ്ങളൊക്കെ 2025 എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ.